1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂർ നഗരവികസനത്തിന് തടസ്സം നിൽക്കുന്നുവെന്നാരോപിച്ച് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ MLAയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം. നിലമ്പൂർ ടൗണിലെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ PV അൻവർ MLAയുടെ നേതൃത്വത്തിലാണ് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. MLAയെ ചർച്ചയ്ക്ക് വിളിച്ച് വ്യാപാര സ്ഥാപന ഉടമകൾ. നിലമ്പൂർ ടൗണിലാണ് ഇന്ന് വ്യത്യസ്ത സമരപ്രഖ്യാപനം നടന്നത്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച 11 മണി വരെ MLAയുടെ നേതൃത്വത്തിലുള്ള പൊളിക്കൽ നടപടികൾ നിർത്തിവെച്ചു. നിലമ്പൂരിന്റെ MLA PV അൻവറിന് അഭിവാദ്യങ്ങൾ. നിലമ്പൂരിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്കാണ് MLA PV അൻവറിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും ധർണയും നടത്തിയത്. വ്യാപാര സ്ഥാപനത്തിന് യാതൊരു കേടുപാടും സംഭവിക്കാതെ ഓവുചാലിന് മാത്രം സ്ഥലം വിട്ടു നൽകിയാൽ മതിയെന്ന് പറഞ്ഞിട്ടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സ്ഥാപനത്തിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിഷേധ പരിപാടിയിൽ പ്രസംഗിച്ച കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള നേതാക്കളും MLAയും നടത്തിയത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ മനുഷ്യരെ ദയവായി നിങ്ങളൊന്ന് പോയി കാണണം. ഈ ജില്ലാ ആശുപത്രിയുടെ മുഖമാണിത്. ഈ ആംബുലൻസുകൾ കടന്നു പോകുന്ന തിരിഞ്ഞു പോകുന്ന സ്ഥലമാണിവിടെ. സത്യത്തിൽ ഇതിലേറെ വീതി കൂട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഈ ജംഗ്ഷനിൽ. പക്ഷെ അതിന് സാധ്യമല്ലാത്തതുകൊണ്ട് കിട്ടാവുന്നതിന്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തിയാണ് നിൽക്കുന്നത്. ഇപ്പൊ അവരോട് സംസാരിച്ച് ഈ നിൽക്കുന്ന തൂണുകൾ നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തൂണ് പോലും പോകാതെ ഈ തൂണ് നിലനിർത്തി ഈ തൂണിനോട് ചാരി ഈ പറയുന്ന ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു സ്റ്റെപ്പ് കൂടി മാറും. ഈ കെട്ടിടത്തിന് ഒന്നും സംഭവിക്കാനില്ല. അതുപോലെ നമ്മൾ സമ്മതിച്ചു കൊടുത്തു. ഒന്ന് മുന്നിലൂടെ പോകുന്ന ഈ തോട് ഓടി നിൽക്കുന്ന കാലിന്റെ അടിയിലൂടെ ഒഴുകി പോകുന്നതിന് പോലും അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിന്റെ അർത്ഥം? എന്താണ് മാനസികാവസ്ഥ? ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ ജനങ്ങൾക്ക് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഈ ബിൽഡിംഗ് ഒക്കെ തെളിഞ്ഞു പോകും. ഒന്നും പോകുന്നില്ല. ഭൂമിന്റെ അടിയിൽ കൂടെ ഒരു ഓട്ട, ഒരു തോട്, അതിന്റെ മുകളിൽ സ്ലാബ് ഉണ്ടാവും, അതിന്റെ മുകളിൽ അവരിട്ട് ഈ ടൈൽസിന്റെ മുകളിലിടാം. ഒരു മനുഷ്യനും ഒരു ബുദ്ധിമുട്ടില്ല. ആ കടന്നു പോകുന്നത് പോലും ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഈ കച്ചവടം ചെയ്യാനാണല്ലോ. കോടതി നമുക്ക് അതിന്റെ വഴിക്ക് നടക്കട്ടെ, അത് നമുക്ക് നോക്കാം. ഒരു മനുഷ്യൻ ഇതിനുള്ളിൽ കയറില്ല. പ്രിയപ്പെട്ട ഡിസൈനർ എഴുതി വെച്ചോ, ജനങ്ങൾ ഇതിനിറങ്ങും. തിങ്കളാഴ്ച കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനമിത് ഏറ്റെടുക്കും. ഈ വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള ഈ സ്ഥാപനം വികസനത്തിന് തടസ്സം നിൽക്കുകയാണെന്നും നിലമ്പൂരുകാരുടെ സ്വപ്ന പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരെ ബഹിഷ്കരിക്കുമെന്ന് ആഹ്വാനം ചെയ്ത MLA പറഞ്ഞു. ഇതിന് മറുപടി അറിയേണ്ട ജനങ്ങളോടാ. അപ്പൊ പ്രിയപ്പെട്ട സെക്യൂരിറ്റിയുടെ കുടുംബാംഗങ്ങൾ, നിങ്ങൾ ഇതിനൊരു തീരുമാനമുണ്ടാക്കി തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ നയിക്കുന്നത് എന്ത് ചേതോവികാരമാണെങ്കിലും ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇനി ഞങ്ങളെ സംബന്ധിച്ച് നിവർത്തിയില്ല. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് ജനങ്ങളെ ഏറ്റെടുക്കും, വിദ്യാർത്ഥികളെ ഏറ്റെടുക്കും, രോഗികളെ ഏറ്റെടുക്കും. സമരം ഇവിടെ തുടരും. ഇതിന്റെ അകത്തേക്ക് ഒരാള് കയറാത്ത രീതിയിൽ ഇതിന്റെ അകലെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ നിയമത്തിന്റെ വഴി നോക്കിക്കോ. പക്ഷെ ഒരാളുകൾ കയറില്ല. ഇതിന് ഗ്രൂപ്പുകൾ ഉണ്ടാകും. ആ ഗ്രൂപ്പുകളിലൂടെ ഈ കടയിലേക്ക് സാധനം കയറാൻ പോകുന്നവരുണ്ടെങ്കിൽ അവരെ സാമൂഹ്യ വിരുദ്ധരായിട്ട് ഈ നാട് വെള്ളകുത്തുന്ന കാര്യത്തിൽ തർക്കവും വരുന്നുണ്ട്. എല്ലാവരും വളഞ്ഞ വഴി നോക്കിയാൽ അതിനപ്പുറത്തുള്ള വഴി ജനങ്ങൾ നോക്കും. ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഇവരുടെ സ്ഥാപനത്തിന്റെ മുന്നിലുള്ള പഴയ ഓവുചാലിന്റെ സ്ലാബ് JCB ഉപയോഗിച്ച് പൊളിക്കൽ ആരംഭിച്ചു.
നിലമ്പൂർ സിഐ മനോജ് പറയട്ട, കാളിക്കാവ് സിഐ ശശിധരൻ പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. സ്ലാബ് പൊളിക്കൽ ആരംഭിച്ചതോടെയാണ് MLAയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. സ്ഥാപന ഉടമകൾ 15 മിനിറ്റോളം MLAയുമായി ചർച്ച നടത്തുകയും തങ്ങളുടെ ഈ സ്ഥാപനം കുടുംബ സ്വത്താണെന്നും അതിനാൽ തന്നെ കുടുംബപരമായി ചർച്ച നടത്തിയ ശേഷം ഞായറാഴ്ച രാവിലെ 11 മണിയോടെ തീരുമാനം അറിയിക്കാമെന്നും MLAയെ അറിയിക്കുകയായിരുന്നു. ഇതോടെ ഞായറാഴ്ച ഉച്ചവരെ ഇവർക്ക് സമയം അനുവദിക്കുകയാണെന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പൊളിച്ചുമാറ്റുന്ന നടപടികൾ തുടങ്ങുമെന്നും MLA ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. വെള്ളിയാഴ്ച നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ സ്ഥാപന ഉടമകൾ നഗരസഭാ വികസനത്തിന് ഭൂമി നൽകില്ലെന്ന തീരുമാനം അറിയിച്ചതോടെയാണ് ഇന്ന് MLA ജനകീയ മാർച്ചുമായി എത്തി സ്ഥാപന ഉടമയെ പ്രതിരോധത്തിലാക്കിയത്. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്കറിയാക്നാത്തോപ്പിൽ, PM ബഷീർ, ഷെഫീഖ് നിലമ്പൂർ, MA വിറ്റാജ്, T ഹരിദാസൻ, പരുന്തൻ നൌഷാദ്, അബ്ദുറഹ്മാൻ, ജോർജ് തോമസ്, പൂളക്കൽ അബ്ദുട്ടി, EK ഷൌക്കത്ത് അലി, RK മലയത്ത് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.